ഫാർമ ആസ്പിറൻസിനും ഒരു ഹാപ്പി ന്യൂസ്. ഈ വർഷത്തെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ്. എല്ലാ ഇയറും RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ എക്സാം നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പിന്നെ പറയാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്. ഹായ് ഓൾ, വെൽക്കം ടു എജിസ് അക്കാഡമി. എല്ലാ ഫാർമ ആസ്പിറൻസിനും ഒരു ഹാപ്പി ന്യൂസ്. അതായത് നമുക്കറിയാം, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം, ഈ വർഷത്തെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, 5 വർഷം കൂടുമ്പോഴായിരുന്നു RRBയുടെ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? പക്ഷെ ഇനി മുതൽ എല്ലാ ഇയറും RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ RRB ഫാർമസിസ്റ്റ് എക്സാം അപ്രോക്സിമേറ്റ്ലി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമോടുകൂടി ഉണ്ടായിരിക്കും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതാനും ചില ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, കുറെ പോസ്റ്റുകളിലേക്കുള്ളത് വിളിച്ചിട്ടുണ്ട്, വിളിക്കാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും. അതിൽ ഫാർമസിസ്റ്റിന്റെ 100 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ലാസ്റ്റ് ടൈം 246 ആയിരുന്നു. ഇത്തവണ 100 വേക്കൻസീസ് ആണ് ഫാർമസിസ്റ്റിന് വരാൻ പോകുന്നത്. അതുപോലെ ഈ എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ഒട്ടുമിക്ക പേർക്കും ഡൗട്ട് ഉള്ളതായിരിക്കും, ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിപ്ലോമക്കാർക്കും ബി ഫാമുകാർക്കും എം ഫാമുകാർക്കും ഫാംഡിക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB ഫാർമസിസ്റ്റ്. അതുപോലെ എക്സാമിന്റെ പാറ്റേൺ എഴുതിയിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം. അതായത് MCQ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 90 മിനിറ്റ്സ് ആയിരിക്കും എക്സാം, ദാറ്റ് ഇസ് 1.5 hour. അതിൽ ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി ആൻഡ് ജനറൽ അരിത്തമെറ്റിക്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുകയാണെങ്കിൽ 1 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോവാണെങ്കിൽ 0.33 മാർക്ക് വെച്ചിട്ടായിരിക്കും ഡിഡക്ട് ചെയ്യുന്നത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം സ്കിപ്പായി പോയിട്ടുള്ളവർക്കൊക്കെ ഇത്തവണ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുക, എന്നാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഒരു കാരണവശാലും സ്കിപ്പായി പോകരുത്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ പ്രൊഫഷണൽ എബിലിറ്റി, നമ്മുടെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള 70 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ബാക്കി നമ്മുടെ ജനറൽ അവയർനെസ്, ജനറൽ അരിത്തമെറ്റിക്, ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ജനറൽ സയൻസ്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാർക്സ് എത്രയാണ്? 100 മാർക്സ്. അപ്പൊ നമ്മുടെ എജ്യൂസ് അക്കാഡമി RRB ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അധികം ലാഗ് ഇല്ലാണ്ട് തന്നെ. അപ്പൊ നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. PDF നോട്ട്സ്, റാങ്ക് ബൂസ്റ്റർ പാക്ക്, അതായത് 3000 റുപ്പീസ് വർത്ത് വരുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ എക്സാം നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ പിന്നെ പറയാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരണമാണ്, അല്ലെ? അതായത് നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പോൾ മാക്സിമം ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതുപോലെ ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും, മന്ത്ലി അസസ്മെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ പേഴ്സണൽ മെന്റർ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. സോ എജ്യൂസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. സോ anyway, best wishes for your future. Good luck and have a nice day. Thank you.